ഏറ്റവും നല്ല ഫ്രൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഞാനിപ്പോൾ എന്നോട് ചോദിച്ചാൽ പറയും, ഇപ്പോഴും നല്ല 2 വർഷമൊക്കെ, 2 അല്ല അതിൽ കൂടുതൽ, ഏറ്റവും നല്ല ഫ്രൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് അവോക്കാഡോ എന്ന് പറയാം. ഏറ്റവും സമ്പുഷ്ടമായ ഒരു ഫ്രൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അവോക്കാഡോ എന്ന് നമുക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റും. ഹായ്, ഹലോ, കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. ഞാൻ പറയുന്ന വിഷയം, ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും കൂടി മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ അവോക്കാഡോ ആണ് ഇന്ന് നമ്മൾ ചർച്ചാ വിഷയമാക്കിയിരിക്കുന്നത്. എനിക്ക് എല്ലാവരും ഇത് കഴിച്ചാൽ ഏറ്റവും ബെസ്റ്റാണ്, കുഞ്ഞു കുട്ടികൾ തൊട്ട് ഒത്തിരി പ്രായമായവർ വരെ. പക്ഷെങ്കിൽ അത് ഏറ്റവും അത്യാവശ്യമായിട്ട് നിൽക്കുന്ന ഏജ് എന്ന് പറഞ്ഞാൽ 50+ കഴിഞ്ഞവർ ഡെയിലി എല്ലാ ആഴ്ചയിലും ഒരു നേരം ഡിന്നറോ ലഞ്ചോ ബ്രേക്ക്ഫാസ്റ്റിൽ ഏതെങ്കിലും ഒന്നിൽ ഇത് ഉൾപ്പെടുത്തുന്നത് ഏറ്റവും ബെസ്റ്റാണ്. എല്ലാ ദിവസവും കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും നിങ്ങൾ കഴിക്കുന്നത് ഏറ്റവും ബെറ്ററാണ്. ഇതൊരു ക്രീമി ആയിട്ട് ബട്ടർ ഫ്രൂട്ട് എന്നും ഇതിനെ അറിയപ്പെടും അല്ലേ. ഇതിൻ്റെ അകത്ത് ധാരാളം മിനറൽസ്, വൈറ്റമിൻസ്, ആൻറ്റി ഓക്സിഡൻ്റ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഇത് നമുക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നത് നമ്മുടെ ഹാർട്ടിനാണ്. നമ്മുടെ ഹാർട്ടിനെ ഹെൽത്തി ആയിട്ട് വെക്കാൻ ഏറ്റവും ഉപകാരം ചെയ്യുന്നതാണ് അവോക്കാഡോ. അതിലെന്താണ് ഫസ്റ്റായിട്ട് നമ്മൾ എടുത്തു പറയാനുള്ളത്, നമ്മുടെ ചീത്ത കൊളസ്ട്രോളിനെ കുറച്ചുകൊണ്ട് നല്ല കൊളസ്ട്രോൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവോക്കാഡോ ഒത്തിരി സഹായിക്കും. അപ്പം തന്നെ നമ്മുടെ ഹാർട്ട് ഹെൽത്തി ആകാനും ഇതുവഴി സഹായിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനെ നല്ല ഗ്ലോ കിട്ടാനും നമ്മുടെ സ്കിന്നൊന്ന് യങ്ങായിട്ട് വെക്കാനും ഏറ്റവും ബെസ്റ്റാണ് അവോക്കാഡോ. ഇത് അവോക്കാഡോയുടെ പിന്നെ ഞാൻ പറയുന്നത് അതിൻ്റെ അകത്തുള്ള വൈറ്റമിൻസ്, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഇ ഉണ്ട്, കെ ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യം. നല്ലൊരു ഫൈബറാണ് ഇത് അവോക്കാഡോയിൽ അടങ്ങിയിരിക്കുന്നത്. നല്ല ഫൈബറാണ്, മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മുടെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും നല്ല ഫൈബർ, നല്ല ഫാറ്റ് നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്, മനസ്സിലായി. കാർബോഹൈഡ്രേറ്റ് ഉള്ള നല്ല ഫൈബറും ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ ഹാർട്ടിന് ഏറ്റവും ബെസ്റ്റാട്ടോ, പറഞ്ഞറിയിക്കാണ്. പിന്നെ ഈ ഫ്രൂട്ട് നമ്മുടെ പ്രതിരോധ ശക്തിക്ക് ഏറ്റവും കൂട്ടാൻ ഏറ്റവും നല്ലതാണ്. നമ്മൾ കുട്ടികൾക്കൊക്കെ ഡെയിലി കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. നമുക്കും കുട്ടികൾക്കെന്ന് മാത്രമല്ല നമുക്കും ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് പിന്നെ നമ്മുടെ ഡൈജഷന് ഏറ്റവും നല്ലതാണ്. പിന്നെ ഇതിനകത്ത് ഫൈബർ ഉള്ളതുകൊണ്ട് നമ്മുടെ ദഹന പ്രക്രിയ നടക്കുന്നു, നല്ല രീതിയിൽ നടക്കാനായിട്ട് കഴിയും. പിന്നെ നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഇല്ലാതാക്കും. പിന്നെ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ കണ്ണിന് ഏറ്റവും നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ആളാണ് നമ്മുടെ അവോക്കാഡോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫ്രീ റാഡിക്കൽസ് ഉള്ളത് കാരണം നമ്മുടെ ക്യാൻസറിൻ്റെ സെല്ലിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് അവോക്കാഡോ ഏറ്റവും നല്ലതായിട്ട് നമുക്ക് ഉപകരിക്കും. അപ്പം അവോക്കാഡോ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് കഴിക്കാം എന്നുള്ളതും അവോക്കാഡോ കഴിച്ചത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരുമാതിരിയെങ്കിലും സമ്പൂർണ്ണമായ ഒരു ഫ്രൂട്ടാണ് നമ്മുടെ അവോക്കാഡോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ആഴ്ചയിൽ എല്ലാ ദിവസവും നമുക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ 4 ദിവസമെങ്കിലും നമ്മുടെ ഫുഡിൻ്റെ അകത്ത് അത് ഉൾപ്പെടുത്തണം. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഇതിൻ്റെ കൂടെ ഒരു 3 റെസിപ്പി പറഞ്ഞുതരാം. ഒന്നുകിൽ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുക, ലഞ്ചിനൊരു സാലഡ് ആക്കാം, ഡിന്നറിന് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. അതൊരു റോളാക്കിയിട്ട് നമുക്ക് കഴിച്ചാൽ മാത്രം മതി, നല്ല ഫില്ലാവും നമ്മുടെ വയറ്. ഒത്തിരി ഹെവി ആയിട്ടല്ലാതെ ലൈറ്റായിട്ട്. ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ നമുക്ക് അവോക്കാഡോ നല്ല എടുത്ത് പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതിനകത്ത് പെപ്പർ, സാൾട്ട്, പിന്നെ ലെമണിൻ്റെ ജ്യൂസും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ബ്രെഡ് എടുക്കുക. ബ്രൗൺ ബ്രെഡ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനൊരു 50+ ഉള്ളവർക്കാണ് പറയുന്നത്, ബാക്കിയുള്ളവർക്ക് വേണം കഴിക്കാതെ. ബ്രൗൺ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ആ ബ്രെഡിൻ്റെ അകത്ത് ഈ ക്രീം പോലെ നമ്മൾ ഉണ്ടാക്കിയത് തൂത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് നമുക്കൊരു ബുൾസൈ വെക്കാം. ഏറ്റവും ബെസ്റ്റാണ്. ബുൾസൈ ഇഷ്ടമില്ലാത്തവരത് മുട്ട നമ്മൾ ഓംലേറ്റ് പോലെ ആക്കിയിട്ട് ഒരു പീസ് അതിൻ്റെ അകത്ത് വെച്ചിട്ട്
നമ്മൾ വേറൊരു ബ്രെഡ് കൊണ്ട് നമുക്കത് കവർ ചെയ്തിട്ട് സാൻഡ്വിച്ച് പോലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം. 1-2 പീസ് സെറ്റ് നമുക്ക് സാൻഡ്വിച്ചായിട്ട് കഴിക്കാം. ഉച്ചയ്ക്കാണെങ്കിൽ ലഞ്ചിനാണെങ്കിൽ നല്ലൊരു സാലഡ് അത് കഴിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മുടെ വയറ് ഫുള്ളാകും. അത് ഏറ്റവും ഇതുപോലെ തന്നെ ഒരു കുക്കമ്പർ, ഒരു ടൊമാറ്റോ, ഒരു സബോള, ഇത് 3 ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം കുക്കമ്പർ, തക്കാളി, ഒരു സബോള ഇത് നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞ്, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം ചേർക്കാം, എല്ലാം ചേർക്കാം. മനസ്സിലായോ? ക്യാരറ്റ് അരിഞ്ഞിടാം, ക്യാപ്സിക്കം അരിഞ്ഞിടാം, എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് അരിഞ്ഞിടാം. പിന്നെ നമ്മുടെ പച്ചയായിട്ട് പോപ്കോൺ അല്ലേ, കോൺ ഫ്രഷ് ഇടാം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ ഒരു അവോക്കാഡോ പേസ്റ്റ് കൂടെ മിക്സ് ആക്കിയിട്ട് നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇതുപോലെ പെപ്പറും ലെമൺ ജ്യൂസും എല്ലാം ആഡ് ചെയ്തിട്ട് നമുക്ക് ലഞ്ചിനൊരു ഞാൻ ഒരു കാര്യം മറന്നുപോയി, അതിൻ്റെ അകത്ത് കറുത്ത എള്ളോ വെളുത്ത എള്ളോ എന്തെങ്കിലും ഒരു ശകലം അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ സൂപ്പർ ഒരു സാലഡായി. മനസ്സിലായോ? ഒരു കുക്കമ്പർ, ഒന്നുമില്ലെങ്കിലും ഒരു കുക്കമ്പറും ഒരു തക്കാളിയും ഒരു സബോള എടുക്കുക. ബാക്കി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്യാരറ്റോ ക്യാപ്സിക്കോ ക്യാബേജോ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. ഇതെടുത്തിട്ട് നമ്മുടെ ഒരു അവോക്കാഡോയും കൂടെ എടുത്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് പെപ്പറും ലെമൺ ജ്യൂസും ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. കോണുണ്ടെങ്കിൽ കോണിടാം, എല്ലാം ഇടാം. അപ്പം ഉച്ചയ്ക്കൊരു സാലഡ് ആകുമ്പം ഇത് കഴിച്ച് കഴിയുമ്പം തന്നെ നമ്മുടെ വയറ് നല്ല ഫില്ലാകും. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഫില്ലാകും. അപ്പം നമുക്ക് ലഞ്ചിന് ഇത് സാലഡാക്കി എടുക്കാം. ഇനി ഡിന്നറിന് ചപ്പാത്തി കഴിക്കുന്നവരാണെങ്കിൽ ഒരു 2 ചപ്പാത്തി എടുക്കണ്ട. കാരണം എന്ന് വെച്ചാൽ ഇത് കഴിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫില്ലാകും. ഈ ഒരു ചപ്പാത്തിക്കകത്തോട്ട് നമ്മൾ ഒരു അവോക്കാഡോ നല്ല പേസ്റ്റാക്കിയിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ചിക്കൻ കുറച്ച് വേവിച്ച് ഉപ്പും കുരുമുളക് പൊടിയും വേവിച്ച് നമുക്ക് അതിനെ ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ പീസാക്കിയ ശേഷം ഒരു ബോക്സിൽ അടച്ച് വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സാലഡിനെടുക്കാം ഒരു 2 ദിവസത്തേനൊക്കെ. അപ്പം ഞാൻ പറയുന്നത് അവോക്കാഡോ പേസ്റ്റാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് നിങ്ങൾക്ക് രാത്രി ഒരു കുക്കമ്പർ വേണം ഇടാം, അല്ലെ ഏതെങ്കിലും ഒരു തക്കാളിയോ അല്ലെ ഒനിയനോ ഇതിലേതെങ്കിലും ഒരെണ്ണം ഇട്ടിട്ട് ചിക്കൻ്റെ ഈ വേവിച്ച് വെച്ചതും കൂടെ മിക്സാക്കി പെപ്പർ ലെമൺ ജ്യൂസ് ഇതെല്ലാം ഉപ്പും കൂടി ഇട്ട് മിക്സാക്കിയിട്ട് നമ്മുടെ ചപ്പാത്തിക്കകത്തോട്ട് നമ്മളിത് ഫില്ല് ചെയ്തിട്ട് റോളാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷം നമുക്ക് കഴിച്ചാൽ ശരിക്കും നല്ല നമ്മുടെ വയറ് നിറയുകയും ചെയ്യും, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡായിരിക്കുകയും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കണും കൂടെ അമർത്തണം. ഞാൻ സ്പീഡിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയത്തില്ല. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാവരും ഇത് വാങ്ങിച്ച് കഴിച്ച് നോക്കിയിട്ട് എന്നോട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.